കഴുത്ത് കട്ടിയാവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് നോക്കി അല്ലെങ്കിൽ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് കുറച്ചു നേരം നോക്കി കഴിയുമ്പോഴത്തേക്കും കഴുത്തിന് വല്ലാത്തൊരു സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു സാധാരണ വിഷയമല്ല. ദാറ്റ് ഈസ് എ ക്ലിയർ സിംറ്റം ഓഫ് നെക്ക് പെയിൻ. സോ സിറ്റിംഗ് ജോബ് ചെയ്യുന്നവരിൽ ആദ്യമേ കാണിക്കുന്ന ഒരു ലക്ഷണമാണിത്. ലാപ്ടോപ്പ് നോക്കുമ്പോഴും മുന്നോട്ട് കഴുത്ത് മുന്നോട്ട് വളയ്ക്കുമ്പോഴും പുറകോട്ട് വളയ്ക്കുമ്പോഴും ഒക്കെ ഈ ഒരു പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നെക്ക് മസിൽസ് ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ആയുർവേദത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വാദവൃത്തി കൊണ്ടാണ് ഉണ്ടാകുന്നത്. മസിലിന്റെ സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു വാദവൃത്തി ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇതിനൊരു ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് ടൈമിൽ നെക്ക് ടൈറ്റ് ആവുക, ഹെഡ് ടേൺ ചെയ്യാൻ പറ്റാതിരിക്കുക, ടേൺ ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ഷോൾഡറിലേക്ക് പെയിൻ സ്പ്രെഡ് ചെയ്യുന്നത്, ഹെഡേക്ക് തലവേദനയും ഒപ്പം തന്നെ കഴുത്തിന്റെ സ്റ്റിഫ്നെസ് ഉണ്ടാവുക. പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പണി എന്ന് പറയുന്നത് പെയിൻ കില്ലേഴ്സ് മേടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ പെയിൻ കില്ലേഴ്സ് ജസ്റ്റ് ആ സിഗ്നൽ ബ്രെയിനിലേക്ക് പോകുന്ന സിഗ്നൽസിനെ സപ്രസ് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട്. അതാരും കറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്ക് പെയിൻ ഉണ്ടായിട്ടും അത് സോൾവ് ചെയ്യാതെ അതിനെ ക്യൂർ ചെയ്യാതെ പോയാൽ അത് ഷോൾഡർ പെയിൻ ആവും. അതുപോലെ തന്നെ കൈകളിലേക്ക് റേഡിയേറ്റിംഗ് ആം പെയിൻ ആവും, നംനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെർവിക്കിന്റെ ഡിസ്കുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും ഉണ്ടാവും. ലേറ്റർ സ്റ്റേജിലേക്ക് അത് പ്രോഗ്രസീവ് ആവും. പിന്നീട് അത് പോകുന്നതോറും പ്രോഗ്രസീവ് ആവും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കറക്ഷൻസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്ക്രീൻ ഹൈറ്റ് കറക്ഷൻ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ്. ലാപ്ടോപ്പ് ഐ ലെവലിലേക്ക് വെക്കുക. താഴെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഉയർത്തി കഴുത്തിന്റെ നേരെ വെക്കുക. 2, നെക്ക് മൈക്രോ ബ്രേക്സ് കൊടുക്കുക. അതായത് ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും 30-40 മിനിറ്റ് കൂടുമ്പോൾ ചെറുതായിട്ടുള്ള റൊട്ടേഷൻസ് ചെയ്തു കൊടുക്കുക. ഷോൾഡർ റൊട്ടേഷൻസ് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ സ്റ്റിഫ്നെസ്സിനെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ്. 3, വാം കംപ്രസ് അറ്റ് നൈറ്റ് എന്നുള്ളതാണ്. വാം കംപ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിലും ഷോൾഡർ ജംഗ്ഷനിലും ഒരു 10 മിനിറ്റ് വാം ആയിട്ടുള്ള നല്ല, അതായത് ചൂടുവെള്ളത്തിൽ മുക്കിയ ടവലോ അല്ലെങ്കിൽ ഒരു വാട്ടർ ബാഗോ നമ്മുടെ നെക്ക് മസിൽസിന്റെ ജോയിന്റിൽ വെച്ച് കൊടുക്കുക. അത് മസിൽ റിലാക്സേഷന് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനി മറ്റൊരു മെത്തേഡാണ് പില്ലോ ചെക്ക് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ഹൈറ്റ് ഉള്ള പില്ലോസ് വെക്കുന്നതോറും ഈ സെർവിക്കൽ കർവുകൾ കൂടും. അത് ഡിസോർഡർഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ആ വേദനയെ കൂട്ടാനുള്ള സാഹചര്യം ഈ ഡെസ്കിന്റെ അകൽച്ച കൂടുതലൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കുക. മറ്റൊരു പോയിന്റ് സോഫ്റ്റ് ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ബിൽഡിംഗ് സ്റ്റേറ്റ്മെന്റ്. അതായത് ഏർലി സ്റ്റേജിലാണെങ്കിൽ ഒരു 10-14 ദിവസത്തിൽ കൊണ്ടൊക്കെ ഉള്ള ചെറിയ ട്രീറ്റ്മെന്റുകളിൽ തന്നെ ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് വലിയ സർജറി, ഇഞ്ചക്ഷൻസിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് കറക്ഷൻ, ഒരു പോസ്റ്റർ കറക്ഷൻ ഉണ്ടാക്കിയാൽ മതി. പേഴ്സണലൈസ്ഡ് കെയർ ആണ് ഇവിടുത്തെ ഒരു അത്യാവശ്യം എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അഭ്യംഗമോ അല്ലെങ്കിൽ ഇലക്കിഴി പോലുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ തന്നെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇതിനെ വെച്ചുകൊണ്ടിരുന്ന് കാലങ്ങൾ കഴിയുമ്പോഴാണ് ഇത് ലേറ്റർ സ്റ്റേജിൽ പ്രോഗ്രസീവ് ആവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം.